ഞാൻ മുജീബ് ഖാനെയും മുബഷിറ താത്തേനെയും കണ്ടത്. ഞാനിവരെ ഇന്നലെ കണ്ടിരുന്നു. കണ്ട സമയത്ത് അവിചാരിതമായി കണ്ടതാണ്. ആ കണ്ട സമയത്ത് നമ്മൾ മക്കൾ രണ്ടുപേരുണ്ടായിരുന്നു. ഞങ്ങൾ സംസാരിച്ചു. ഇന്നിപ്പം എല്ലാം എടുത്ത് അവരുടെ വീട്ടിൽ നിന്ന് എല്ലാം എടുത്ത് അവർ ക്യാമ്പിലേക്ക് പോവുകയാണ്. ആ സമയത്താണ് കണ്ടത്. അപ്പം ഞാൻ ചോദിച്ചു, എന്നോടൊന്ന് സംസാരിക്കാമോ എന്ന് ചോദിച്ചപ്പോൾ അവർ സംസാരിക്കും. കാരണം അവർക്ക് പറയാനുള്ളത് നമ്മളെല്ലാവരും കേൾക്കണം എന്താണെന്നുള്ളത്. മുബഷിറത്തായും മക്കളും മാത്രം, ബുഷറത്തായും മക്കളും മാത്രമായിരുന്നു അല്ല, ഇതിൻ്റെ മുകളിലല്ലായിരുന്നു. ഇപ്പം നിൽക്കുന്നത് ഇവരുടെ വീട്ടിലല്ല, പരിചയക്കാരുടെ തന്നെ അയൽ വീട്ടിൽ തന്നെയാണ്. അന്ന് ശരിക്കും ഈ ഉരുള് പൊട്ടുന്ന സമയത്ത് 2 പെൺകുട്ടികളും താത്തായും മാത്രമേ വീട്ടിലുണ്ടായിരുന്നുള്ളൂ. ഞാനും എൻ്റെ മോളും അതേപോലെ തന്നെ ഏടത്തിൻ്റെ മോനും ഭാര്യയും 2 കൊച്ചുങ്ങളും, 5 വയസ്സായ ഒരു കുട്ടി 2 വയസ്സായ കുട്ടിയാണ് ഉണ്ടായിരുന്നത്. അപ്പോൾ പൊട്ടി പകുതിയായപ്പോൾ ഇവൻ സൗണ്ട് കേട്ട് ഉറക്കത്തിൽ നിന്ന് എണീറ്റിട്ട് എന്നോട് പറഞ്ഞു, നമ്മൾ അടുക്കള ഭാഗത്ത് കൂടെ ഓടിക്കോ, മുന്നിലൂടെ എന്തോ സൗണ്ട് കേൾക്കുന്നുണ്ട് പറഞ്ഞു. അങ്ങനെ അടുക്കള വാതിൽ തുറന്നിട്ട് ഞങ്ങൾ നമ്മളെ വീടിൻ്റെ മേലെ നിലമ്പൂർ ഫോറസ്റ്റാണുള്ളത്, ആ കാട്ടിലേക്ക് ഓടി. നമ്മൾ എങ്ങനെയാണോ കിടന്നിരുന്നത് അതേപോലെ തന്നെ ചെരുപ്പോ മറ്റു കാര്യങ്ങളൊന്നും ഇല്ലാതെയാണ് ഓടിയത്. അങ്ങനെ ഓടി ഞങ്ങൾ ഒരു 15 മിനിറ്റ് കൊണ്ട് എത്തിപ്പെടേണ്ട സ്ഥലത്തേക്ക് 1 മണിക്കൂറോളം ഓടിയിട്ടാണ് എത്തിയത്. ഒരുപാട് തവണ വീണു, അങ്ങനെ എണീറ്റു. എന്തായാലും ഞങ്ങൾ സേഫായിട്ട് അവിടെ എത്തി. അപ്പോൾ ഞങ്ങളുടെ അനിയത്തി മുണ്ടക്കൈ ടൗണിൽ പള്ളീൻ്റെ അടുത്തുള്ള ക്വാർട്ടേഴ്സിലാണ് താമസം. അവളൊരു 8 മാസമായിട്ട് അവിടെ താമസിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ നമ്മളെ വീടിൻ്റെ അടുത്ത് കൂടെ ഒരു തോട് പോകുന്നുണ്ടായിരുന്നു. അപ്പോൾ തലേന്ന് ചെറിയൊരു പേടി പോലെ തോന്നിയത് കൊണ്ട് തന്നെ ഞങ്ങളുടെ ഉമ്മാനെ 4 ദിവസം മുന്നേ മാറ്റിയിരുന്നു അവിടുന്ന്. അങ്ങനെയാണ് ഏടത്തിൻ്റെ മോനും പിന്നെ കുട്ടിയും നമ്മളെ വീട്ടിലേക്ക് എത്തുന്നത്. അപ്പോൾ നമ്മളവിടെ എത്തിക്കഴിഞ്ഞ ഉടനെ തന്നെ അനിയത്തിൻ്റെ വീട്ടിലേക്ക് ഇങ്ങനെ ഫോൺ ചെയ്തുകൊണ്ടിരുന്നു. പക്ഷേ ഫോൺ റിങ് ചെയ്തിരുന്നു, അവരാരും എടുക്കുന്നുണ്ടായിരുന്നില്ല. അങ്ങനെ ഞങ്ങൾ ഏടത്തിൻ്റെ വീട്ടിലും സേഫ് അല്ലാന്ന് തോന്നിയുകൊണ്ട് എൻ്റെ മോള് മുബഷിറ എന്ന് പറയും, കുറച്ചും കൂടെ ദൂരെയാണ്, കുറച്ച് ഹൈറ്റുള്ള വീട്ടിലാണ്. അപ്പോൾ ഞങ്ങൾ എല്ലാവരും കൂടെ അങ്ങോട്ട് പോയി. അവിടെ നിന്ന് നമ്മൾ ഈ ഓടിയ ഓട്ടത്തിൽ നനഞ്ഞു ആകെ പ്രശ്നങ്ങളായിരുന്നു. അപ്പോൾ ഡ്രസ്സൊക്കെ മാറി അവർ കുറച്ച് ചായയൊക്കെ ഉണ്ടാക്കി തന്നു. അതൊക്കെ കഴിച്ച് അവിടെ ഇരിക്കുമ്പോൾ അതിഭീകരമായ ഒരു പൊട്ട്, രണ്ടാമത് പൊട്ടിയത്. ആദ്യത്തേത് എത്രമാത്രം ഉണ്ടെന്ന് എനിക്കറിയില്ല, കാരണം ഞാൻ ഉറക്കത്തിലായിരുന്നു, എണീറ്റ് ഓടുകയാണ് ചെയ്തത്. രണ്ടാമതിൽ ആകെപ്പാടെ വലിയൊരു പൊട്ടായിരുന്നു. ഒരു ഏകദേശം 3/4 മണിക്കൂറോളം സൗണ്ട് കേട്ടിരുന്നു നമ്മൾ. അപ്പോൾ ആ സമയത്ത് ഞങ്ങൾ കുടുംബത്തിലുള്ളവർ സേഫാണ്. പക്ഷെ നമ്മൾ ഒരിക്കലും മുണ്ടക്കൈയിലേക്ക് ഇത് പോകുന്നു പ്രതീക്ഷിക്കണില്ല. കാരണം പുഞ്ചിരിമട്ടത്ത് വലിയ പുഴയുണ്ട്, ഈ ഭാഗത്താണ് ഇത് വരുന്നത്. പിന്നെ ഞങ്ങളൊക്കെ സേഫ് ആകാൻ വേണ്ടി നമ്മുടെ അനിയത്തിൻ്റെ വീട്ടിലേക്കാണ് സാധാരണ പോയിരുന്നത്. അവർ നമ്മൾ കുറേ ടൈം വിളിച്ചിരുന്നു, പക്ഷേ അവിടെ 12 പേരുണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ 5 പേരും കൂടെ അവിടെ എത്തുമ്പോൾ ഒരുപാട് പേര് ക്വാർട്ടേഴ്സിൽ താമസിക്കാനുള്ള ബുദ്ധിമുട്ടുണ്ടാവുമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് ഞങ്ങൾ പോകാതിരുന്നത്. ഞാനൊരു കാര്യം ചോദിക്കട്ടെ, ഇപ്പോൾ അനിയത്തി എന്ന് പറയുന്നത്, അനിയത്തി ഇപ്പം നമുക്ക് കിട്ടിയിട്ടില്ല അല്ലേ, നമുക്ക് മിസ്സിംഗ് ആണ് എന്നുള്ളതാണ് അറിയുന്നത്. അന്ന് മുജീബ് ഖാ നിങ്ങൾ പുറത്തായിരുന്നല്ലോ, അപ്പോൾ അവിടെ ആയിരുന്ന സമയത്ത് അവസാനമായിട്ട് അന്ന് പോകുന്ന സമയത്ത് വിളിച്ചപ്പോൾ നിങ്ങൾ പറഞ്ഞൊരു വാചകം ഉണ്ടെന്ന് പറഞ്ഞില്ലേ? ഞങ്ങളിങ്ങനെ ഓടുന്ന സമയത്ത് വിളിച്ചു, പക്ഷേ എനിക്ക് ഫോൺ എടുക്കാൻ പറ്റണില്ലായിരുന്നു. പക്ഷേ ഹസ്ബൻഡിൻ്റെ ഫോൺ എന്തോ റിങ്ങായി എടുക്കാൻ പറ്റി. അപ്പം ഞാൻ പറഞ്ഞു പ്രാർത്ഥിക്കണം, കാരണം നമ്മൾ ഇനി തമ്മിൽ കാണുമോ എന്നുള്ളത് സംശയമാണ്. കാരണം ജീവനും കൊണ്ട് ഓടുകയാണ്, ഇനി എത്രമാത്രം നമുക്ക് കാണാൻ പറ്റും എന്നുള്ളത് അറിയില്ല എന്ന് പറഞ്ഞു. ആദ്യത്തെ പൊട്ടിൽ അത് പറഞ്ഞു, അങ്ങനെ സേഫായി അവിടെ എത്തി. രണ്ടാമത് നമ്മളിങ്ങനെ ഓടുന്ന സമയത്ത് അതിൻ്റെ ഇടയിലൊക്കെ വിളിക്കുന്നുണ്ട്, അപ്പോഴും വിളിച്ച്. മൂന്നാമതും പൊട്ടി, 3 തവണ പൊട്ടിയിട്ടുണ്ട് ഇവിടെ. മൂന്നാമത് പൊട്ടിയപ്പോൾ പറഞ്ഞു ഇനി എന്തായാലും രക്ഷയില്ല, എന്തായാലും നമ്മൾ കാണില്ല, എന്തായാലും നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കണം, അതിലപ്പുറം വേറെ ഒന്നുമില്ല എന്ന് പറയുകയാണ് ചെയ്തത്. ഈ കാതങ്ങൾക്കപ്പുറം നിന്നിട്ട് ഭാര്യ എങ്ങനെ പറയണു, മക്കളുണ്ട്, ഒരു നാടിനെ, നിങ്ങൾ എത്രമാത്രം നാടിനെ സ്നേഹിക്കുന്ന ആളാണെന്നുള്ളത് എനിക്ക് നേരിട്ട് അറിയാം. മുജീബ് ഖാൻ നമ്മൾ സംസാരിച്ചിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെയൊക്കെ പറയുമ്പോൾ എങ്ങനെ ഓടിയെത്തും എന്നുള്ളതായിരുന്നല്ലോ എനിക്കറിയാം. അത് ഞാൻ പിന്നെ ഗ്രൂപ്പിലിങ്ങനെ വരുന്നുണ്ട്, മുണ്ടക്കൈ പുഞ്ചിരിമട്ടത്ത് ഉരുള് പൊട്ടിയിരിക്കുന്നു എന്നുള്ള ന്യൂസ് കേൾക്കുന്നത്. അപ്പോൾ ഇവർക്ക് ഇങ്ങനെ വിളിച്ചു കൊടുക്കുന്നുണ്ട്, ഇവർ ഫോൺ എടുക്കുന്നില്ല. എനിക്ക് മനസ്സിലാവും. അങ്ങനെ പിന്നെ കുറേ കഴിഞ്ഞപ്പോൾ ഇവർ ഫോൺ എടുത്തിട്ട് പറയും ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം, അത് ഇവർ പറയുന്നുള്ളൂ. പിന്നെ കേൾക്കണം മുണ്ടക്കൈ ആകെ പോയി എന്നാണ്. അങ്ങനെ ഞങ്ങൾക്ക് ഒരു സമാധാനം ഉണ്ടായില്ല. അന്ന് കടന്നുറങ്ങിയിട്ട് രാവിലെ എണീച്ചോടും കഫീനോട് പറഞ്ഞ് അപ്പം തന്നെ ടിക്കറ്റ് റെഡിയാക്കി ഇങ്ങോട്ട് വന്നതാണ്. ഇവിടെ വന്ന് നോക്കുമ്പോൾ ഞങ്ങൾ ഒരുപാട് ആൾ, ഞങ്ങളുടെ കുടുംബത്തിൽ നിന്ന് 10-17 പേരോളം പോയിക്കണേ. അതുമാത്രമല്ല ഞങ്ങളിവിടെ എല്ലാവരും കൂട്ടുകുടുംബമായിട്ട് ഈ പുഞ്ചിരിമട്ടം എന്ന് പറഞ്ഞാൽ ഞങ്ങൾ ഒരുപാട് പുഞ്ചിരിച്ച്, ഒരുപാട് എന്താ പറയുക സന്തോഷമായി ജീവിച്ചിരുന്ന, ഒരുപാട് സൗഹൃദത്തിൽ ജീവിച്ചിരുന്ന ആളുകളായിരുന്നു. ഇന്ന് അവർ പലരും ഞങ്ങളെ കൂടെയില്ല. ഞങ്ങളിപ്പോൾ കുറഞ്ഞ ശതമാനം ആളുകളെ ഇനിയുള്ളൂ ഇവിടെ. അപ്പോൾ ഞങ്ങൾക്ക് പറയാനുള്ളത് ഗവൺമെൻറ്റിനോട്, ഞങ്ങൾ ഈ കുറഞ്ഞ ആൾക്കാരുണ്ടല്ലോ അവരെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നും എവിടെയും ആക്കാതെ ഞങ്ങൾ ഒരു സ്ഥലത്ത് തന്നെ ഞങ്ങൾ ആക്കണമെന്നാണ് ഗവൺമെൻറ്റിനോട് പറയാനുള്ളത്. കാരണം ഞങ്ങൾ അത്രയും സന്തോഷമായി ജീവിച്ചിരുന്ന ആൾക്കാരാണ്. വെള്ളം എത്ര ആളാണെങ്കിലും അവരെ ഒരു സ്ഥലത്ത് മാത്രം ഞങ്ങളെ ഒരുമിപ്പിക്കുക, അതാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. ഇപ്പം നമ്മൾ ക്യാമ്പിലാണല്ലോ, മുജീബ് ഖാൻ തിരിച്ച് പോകണ്ടേ? ഇവരെവിടെയും ഒരു സേഫായ സ്ഥലത്തേക്ക് ആക്കിയിട്ട് വേണം പോകാൻ.
തിരിച്ച് പോയേ പറ്റുള്ളൂ, പോകാതിരിക്കാൻ പറ്റില്ലല്ലോ. കാരണം 21 വർഷം പ്രവാസ ജീവിതമായിരുന്നു ഞങ്ങളത്. 26 വർഷമായിട്ട് കല്യാണം കഴിഞ്ഞിട്ടുള്ളൂ. പക്ഷേ 21 വർഷം പ്രവാസമായിരുന്നു. നമുക്കുണ്ടായിരുന്ന വരുമാനം മൊത്തം നമ്മൾ ഈ ഒരു മുണ്ടക്കൈൻ്റെ ചുറ്റുവട്ടത്ത് തന്നെ ചെലവഴിക്കുകയാണ് ചെയ്തത്. ഈ ഒരു ഡിസംബറോടുകൂടി ഇവിടെ സെറ്റിലാകാന്നുള്ള രൂപത്തിലാണ് നമ്മൾ കാര്യങ്ങൾ ചെയ്തിരുന്നത്. പക്ഷേ എല്ലാം നഷ്ടമായി. അതിലുപരി എൻ്റെ അനിയത്തി, എൻ്റെ ഫാമിലി മൊത്തം 9 പേര് പോയി. പിന്നെ ഹസ്ബൻഡിൻ്റെ ഫാമിലിയിൽ അമ്മായിൻ്റെ മക്കൾ മൊത്തം 17 പേരാണ് നമ്മളിത് പോയത്. ഇനിയും 4 പേരെ കിട്ടാനാണ് ഇരിക്കുന്നത്. മകളുണ്ട്, അമ്മായി പോയി. അതുപോലെ അമ്മോൻ്റെ മോള്, അമ്മായിൻ്റെ മകള്, മരുമകളെ മക്കള്, അതുപോലെ പിന്നെ അമ്മോൻ്റെ മകള്, അവരെ മകന്, ഒരുപാട് ആളുകൾ, 17 ആളുകൾ ഞങ്ങൾ കുടുംബത്തിൽ നിന്ന് തന്നെ പോയിക്കണം. വല്ലാത്തൊരവസ്ഥയിലാണ്. പക്ഷേ എല്ലാവരും കൂടെ ഉണ്ടെന്നുള്ളത് ഇന്നും ഇവിടെ. പക്ഷേ നമുക്കറിയാം ക്യാമ്പിൽ നിന്നൊന്നും ആരും വന്നിട്ട് ഇവിടെ ഇനിയിപ്പോൾ നോക്കാൻ നമ്മൾ എല്ലാവർക്കും ഇങ്ങോട്ട് വരാൻ താല്പര്യമില്ല. കാരണം ഈ പറമ്പിലേക്ക് വരാൻ ആർക്കും താല്പര്യമില്ലാത്തതുകൊണ്ട്. കാരണം അങ്ങനെ ജീവിച്ചിരുന്ന ആൾക്കാരല്ലേ ഞങ്ങള്. അല്ല മുജിപ്പോൾ ഞാനൊരു കാര്യം ചോദിക്കട്ടെ, ഇനി പുഞ്ചിരിമട്ടത്തേക്ക് നിങ്ങൾ ഇങ്ങോട്ട് ഞങ്ങളില്ല. ഇനി ഞങ്ങൾ ഇങ്ങോട്ട് ഞങ്ങൾ തിരിച്ചു വരുന്നില്ല. വേറെ എവിടെയെങ്കിലും സ്ഥലം കിട്ടിക്കഴിഞ്ഞാൽ അവിടെ താമസിക്കാന്നല്ല, ഇങ്ങോട്ടില്ല. ഞങ്ങൾ വരാൻ തീരെ താല്പര്യമില്ല. ഉറ്റവരും ഉടയവരൊക്കെ നഷ്ടപ്പെട്ട ഞങ്ങളെ നാട്ടിലേക്ക് ഇനി ഞങ്ങളില്ല. എവിടെയാണെങ്കിലും ഒരുമിച്ച് ജീവിക്കാനുള്ള ആ ഒരു ഇതിലാണ്. അതിനേക്കാൾ ഉപരി ഞങ്ങൾക്ക് ഹാനീൻ്റെ കാര്യമാണ്. ഹാനി പിന്നെ ആ ഫാമിലിയിൽ നിന്ന് 3 പേരാണ്. ബാക്കി ഒന്ന് പറഞ്ഞല്ലോ, ഒന്ന് എൻ്റെ ഉമ്മയാണ്. ഉമ്മ ഇന്ന് വെന്റിലേറ്ററിൽ വിംസ് ഹോസ്പിറ്റലിലാണ് കിടക്കണേ. ഹാനിയാണെങ്കിൽ തന്നെ അവന് പേടിയായിട്ടുണ്ട്. എന്തോ മഴ പെയ്യുമ്പോഴുള്ള ഒരു പേടിയോ എന്തൊക്കെയോ എല്ലാവരും നഷ്ടപ്പെട്ട വിഷമോ അങ്ങനെ. ഈ ഹാനി എന്ന് പറയുന്നത് നമുക്ക് പരിചയം, നമ്മൾ കേട്ട് ഈ മുണ്ടക്കൈ ദുരന്തം ഉണ്ടായ സമയത്ത് ഏറ്റവും കൂടുതൽ കേട്ടൊരു പേരാണ്. ഈ ബുഷ്രത്താടെ അനിയത്തിയുടെ മകനാണ്. 14 വയസ്സേ പ്രായമുള്ളൂ. അവൻ്റെ കൺമുന്നിൽ വെച്ചാണ് അവൻ്റെ വീട്ടുകാരും എല്ലാവരും നഷ്ടപ്പെട്ടു പോയത്. പ്രധാനമന്ത്രിയൊക്കെ ആയിട്ട് അവന് സംവദിക്കാനുള്ള ഇതൊക്കെ നമ്മൾ ഇന്നലെ കണ്ടതാണ്. അതാണ് താത്ത പറഞ്ഞത്. ഹാനിക്കിപ്പം ഞങ്ങൾ ബാക്കി വന്ന ആളുകൾ എല്ലാവരും ഒരുമിച്ച് ജീവിക്കണം എന്നാണ് അവൻ്റെ ആഗ്രഹം. അപ്പോൾ നമ്മളിപ്പോൾ ക്യാമ്പിൽ നിന്ന് ഓരോരുത്തർ വെക്കേറ്റ് ചെയ്ത് പോകുന്നുണ്ട്. പക്ഷെ നമുക്ക് ഓരോരുത്തർക്ക് അവിടെ ഇവിടെയൊക്കെയാണ് റൂമുകളും കാര്യങ്ങളൊക്കെ കിട്ടുന്നത്. പക്ഷേ ഹാനീൻ്റെ ആഗ്രഹപ്രകാരം ഞങ്ങൾ പറഞ്ഞത്, ഞങ്ങൾ 6 ഫാമിലി ഉണ്ട്. അവൻ്റെ ഇതിൽ 6 ഫാമിലി പറഞ്ഞാൽ എടുത്തി, അവൻ്റെ അമ്മായി, ഞാൻ, അങ്ങനെ ഞങ്ങൾ എല്ലാവരും കൂടെ ഒരുമിച്ച് എവിടെയാണോ ഫ്ലാറ്റ് എന്തെങ്കിലും കിട്ടണം അന്ന് പോകാമെന്നുള്ള ധാരണയിലാണ്. ഇപ്പം നമുക്കൊരു ഫ്ലാറ്റ് മാനിവയലിൽ റെഡി ആയിട്ടുണ്ട്. അതും ഹാനിൻ്റെ ഉപ്പാൻ്റെ വർക്ക്ഷോപ്പിൻ്റെ നേരെ ഓപ്പോസിറ്റാണ്. അതിലും വലിയ സങ്കടമാണ്. പക്ഷെ ഞാൻ ഹാനിനോട് ഒരു കാര്യം പറഞ്ഞു, നമുക്ക് വീടും ബാക്കിയുള്ളവരൊക്കെ നഷ്ടപ്പെട്ടെങ്കിലും നമ്മുടെ വർക്ക്ഷോപ്പെങ്കിലും കണ്ടിരിക്കാമല്ലോ എന്നുള്ള അത്രയല്ലേ ഞങ്ങൾക്ക് ചെയ്യാൻ പറ്റുള്ളൂ. ആ രൂപത്തിലാണ് സംസാരിച്ചത്. ഇന്നലെ ഞങ്ങളത് കാണാൻ വേണ്ടി പോയിരുന്നു. ആ സമയത്ത് വല്ലാത്തൊരു വിഷമമായിരുന്നു. അപ്പോൾ ഇനി അവിടേക്ക് മാറാന്ന് പറയുമ്പം എല്ലാവരും കൂടി ഒന്നിച്ച് മാറുക അങ്ങനെയാണോ? ക്യാമ്പിൽ നിന്ന് നമ്മൾ പെട്ടെന്ന് തന്നെ മാറുകയാണോ എല്ലാവരും? എന്താ ഇവിടെയുള്ള ആളുകളുടെ ഒക്കെ ഒരു ക്യാമ്പിൽ നിൽക്കാൻ കഴിയില്ലല്ലോ. ക്യാമ്പിൽ നിന്ന് എന്തായാലും മാറണമല്ലോ. അപ്പോൾ വീട് നോക്കി മാറന്നെ, അല്ലാതെ വേറൊരു മാർഗമില്ലല്ലോ ഇനി മാറന്നെ. ഇത് തന്നെയാണ് അക്ഷയ. ഞങ്ങൾ ഇന്നലെ വളരെ വിശദമായിട്ട് ഞങ്ങൾ വഴിയാലെ കണ്ടപ്പോൾ സംസാരിച്ചിരുന്നു. അപ്പം അന്ന് പറഞ്ഞതും ഇത് തന്നെയാണ്. 26 വർഷത്തെ പ്രവാസ ജീവിതത്തിൽ 21 വർഷമാണ് 6 വർഷത്തെ വൈവാഹിക ജീവിതം. കല്യാണം കഴിഞ്ഞിട്ട് 26 വർഷമായി. അതിൽ 21 വർഷവും പ്രവാസത്തിലായിരുന്നു. പ്രവാസ ജീവിതം നയിക്കുകയായിരുന്നു അദ്ദേഹം. ഇപ്പോൾ വീടാകെയും തകർന്ന് പോയ അവസ്ഥയിലാണ് തിരികെ വന്നിരിക്കുന്നത്. പലരെയും നഷ്ടപ്പെട്ട് കഴിഞ്ഞിരിക്കുന്നു. പക്ഷേ അതിജീവിക്കണം, അതിനായിട്ടുള്ള തയ്യാറെടുപ്പിലാണ്. ഒരുക്കങ്ങൾ വീണ്ടും സ്വരുക്കൂട്ടി തുടങ്ങുകയാണ് ആ കുടുംബം.